പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് CV ബാലകൃഷ്ണൻ്റെ ഒരു കഥയാണ്. കഥയുടെ പേര് കളിപ്പാട്ടങ്ങൾ എവിടെ സൂക്ഷിക്കും എന്നാണ്. കളിപ്പാട്ടങ്ങൾ എവിടെ സൂക്ഷിക്കും, CV ബാലകൃഷ്ണൻ. അവർ പുറപ്പെട്ടത് വിളറിയ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നാണ്. ശേഷഗിരി നിരത്തുവക്കിലും നിരത്തിന് പടിഞ്ഞാറ് മ്യൂസിയത്തിന് മുന്നിലുമുള്ള മൈതാനത്തിലും ഒറ്റ തിരിഞ്ഞു നിൽക്കുന്ന പന്നികളെ കൗതുകത്തോടെ നോക്കി തന്നോട് തന്നെ ചിരിച്ചുകൊണ്ടിരിക്കെ ബസ് മെല്ലെ മെല്ലെ നീങ്ങി തുടങ്ങി. അങ്ങിങ്ങും നിഴൽ വിരിച്ച മരങ്ങൾക്കും അവയുടെ പിന്നിലുള്ള പാറകൾക്കും അപ്പുറത്തേക്ക് രുക്മയ്യ ഗൗഡയുടെ ദൃഷ്ടി ചെന്നു. പാറകളിൽ കയറി നിന്നാൽ അകലെ കടൽ കാണാം. കിഴക്ക് കനത്ത നീല നിറമുള്ള ഘാട്ടുകൾക്കും കടലിനുമിടയിൽ ഒരു കുന്നിൻ്റെ നെറുകയിലാണ് ആശുപത്രി. ഘാട്ടുകൾക്കും കടലിനുമിടയിൽ ഒരു കുന്നിൻ്റെ നെറുകയിലാണ് ആശുപത്രി. ആഴ്ചകൾക്ക് മുമ്പ് ശേഷഗിരിയെയും കൊണ്ട് ഒരു പരിശോധനയ്ക്ക് വരുമ്പോൾ രുക്മയ്യ ഗൗഡ സീറ്റിൽ ചാഞ്ഞുകിടന്നു. മയങ്ങുകയായിരുന്ന മകനെ തൊട്ടുവിളിച്ച് ദൂരെ ഘാട്ടുകളുടെ നേർക്ക് വിരൽ നീട്ടുകയുണ്ടായി. ബസ് കുന്നിനു മുകളിലെത്തിയിരുന്നു. ശേഷഗിരി മയക്കത്തിൻ്റെ നിഴലമർന്ന കണ്ണുയർത്തി അങ്ങോട്ട് നോക്കി. അവൻ്റെ ചെറിയ കണ്ണുകളിൽ നീലക്കുന്നുകളും അവയുടെ ഇരുണ്ടു നിബിഡമായ താഴ്വാരങ്ങളും നിഴലിച്ചു. അവൻ അച്ഛനോട് എന്തോ ചോദിക്കാൻ തുനിഞ്ഞ് പിന്നെ അത് വേണ്ടെന്ന് വെച്ച് വിരൽ കടിച്ചുകൊണ്ട് സീറ്റിൽ ചാരിയിരുന്നു. മടക്കയാത്ര. നിശ്ചയിഷ്ടനായി ശൂന്യമായ കണ്ണുകളോടെ ഇരുന്ന് രുക്മയ്യ ഗൗഡ മകൻ്റെ മുടിയിൽ വിരലോടിച്ചു. ബസ് കുന്നിറങ്ങുകയായിരുന്നു. കരിങ്കല്ലിൽ കൊത്തിയ കൂറ്റൻ ആനകൾക്ക് ചുവട്ടിൽ ഒച്ച വെച്ച് ചാടിക്കളിക്കുന്ന കുട്ടികൾ തെല്ലുനേരത്തേക്ക് കളി നിർത്തി. ബസ്സിനു നേർക്ക് കൈകൾ വീശുകയും ഉച്ചത്തിൽ വളരെ ആഹ്ലാദകരമായ എന്തൊക്കെയോ വിളിച്ചു പറയുകയും ചെയ്തു. ഒരു മറുപടി എന്നോണം ഒച്ചയില്ലാതെ ചിരിച്ചുകൊണ്ട് ശേഷഗിരിയും കൈവീശി. അത് കണ്ടപ്പോൾ കുട്ടികൾക്ക് ഉത്സാഹം വർദ്ധിച്ചു. ചുവന്ന ഫ്രോക്കിട്ട ഒരു പെൺകുട്ടി കൈ ഉയർത്തിക്കൊണ്ട് നിരത്തിനു നേരെ ഓടി. അവളും എന്തോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. രുക്മയ്യ ഗൗഡയുടെ ഓർമ്മയിൽ ആശുപത്രിയിലെ ഒരു സന്ധ്യ തെളിഞ്ഞു. അകലെ കുന്നിൻപുറങ്ങളിൽ മഞ്ഞ കെട്ടിടങ്ങളും പുകക്കുഴലുകളും ഇരുണ്ടു തുടങ്ങി. മഴ പെയ്ത് കാറ്റാടി മരങ്ങൾ ഈറനായി. ശേഷഗിരി ചില്ലുചാലകത്തിൽ മുഖം ചേർത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. രുക്മയ്യ ഗൗഡ ഓറഞ്ചിൻ്റെ ഒരല്ലി എടുത്ത് മകനു നീട്ടി. പക്ഷേ അവനത് ശ്രദ്ധിച്ചില്ല. പണി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിനു മീതെ മഴ പെയ്യുന്നു. ചുവട്ടിൽ പന്നിക്കുഞ്ഞുങ്ങൾ നനഞ്ഞു വിറയ്ക്കുന്നു. ആരൊക്കെയോ കുട തുറന്നു പിടിച്ച് ഇഷ്ടികകൾക്കിടയിലൂടെ തിരക്കിട്ട് നടന്നു നീങ്ങുന്നു. പെട്ടെന്ന് തന്നെ ആരോ വിളിച്ചുവെന്ന് ശേഷഗിരി പറഞ്ഞു. ആരും വിളിച്ചില്ലെന്ന് അയാൾ എത്ര പറഞ്ഞിട്ടും ശേഷഗിരിക്ക് വിശ്വാസമായില്ല. അവൻ പിറുപിറുത്തു. ഞാൻ കേട്ടതാണ്. രുക്മയ്യ ഗൗഡ കണ്ണടച്ചു. ഒന്നും ഓർക്കാൻ വയ്യ. ഒരു മരക്കൂട്ടത്തിനു നടുവിൽ വേരുകൾ നീണ്ടുകിടക്കുന്ന മണ്ണിൽ ചായം തേച്ച മൺകോലങ്ങളുടെ ദേവസ്ഥാനത്തിനടുത്തായി ഈ ബസ് ഒരല്പനേരം നിൽക്കും. യാത്രക്കാർക്ക് കുങ്കുമം കൊടുത്ത് ദക്ഷിണ സ്വീകരിക്കുന്നതിന്. കോലങ്ങൾക്കിടയിൽ നിന്ന് ഒരു തളികയും കയ്യിലേന്തി അമോഘപ്പ എന്ന പൂജാരി ബസ്സിനടുത്തേക്ക് വരും. ഇറങ്ങാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടക്ടർ വിളിച്ചു ചോദിക്കും. ഉവ്വ്, ഞങ്ങൾ. അയാൾ പിന്നീട് നീണ്ട ഗാഢമായ ഒരു ഉറക്കത്തിന് സ്വയം വഴങ്ങിക്കൊടുത്തു. ചെറിയൊരു പുൽത്തലപ്പ് പോലും എങ്ങും അനങ്ങിയില്ല. ശേഷഗിരി 1-2 തവണ അയാളെ വിളിച്ചുണർത്താൻ തുടങ്ങിയതാണ്. എന്നാൽ പെട്ടെന്നു തന്നെ അവൻ കൈ പിൻവലിച്ച് വഴിവക്കിലെ കാഴ്ചകളിൽ ശ്രദ്ധാലുവായി. ബസ് നീങ്ങിക്കൊണ്ടിരുന്നു. നെൽവയലുകളും പനയോല വീടുകളുമുള്ള ഗ്രാമങ്ങൾ, യൂക്കാലിപ്സ് മരങ്ങൾ നിറഞ്ഞ മലഞ്ചെരിവുകൾ, പുൽനിരകൾ, നീരൊഴുക്കുകൾ, ആട്ടിൻപറ്റങ്ങൾ, കറുത്ത കല്ലുകൾ. അവയ്ക്കു ശേഷം എന്തായിരുന്നുവെന്ന് ശേഷഗിരിക്ക് ഓർമ്മയില്ല. ഉണരുമ്പോൾ ഇറങ്ങുവാനുള്ള സ്ഥലമായി അച്ഛൻ ചുമലിൽ തട്ടി ഉണർത്തിയതാണ്. അവൻ പകച്ച് നാലുപാട് നോക്കി. രക്തപ്രസാദം തീരെയില്ലാത്ത മുഖം ഒന്നുകൂടി വിളറി. അയാൾ അവനെ ചേർത്തു പിടിച്ചു. സീറ്റിൽ നിന്ന് എണീറ്റു. എല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ. ദേവസ്ഥാനത്തിന് കാവൽ നിൽക്കുന്ന അമോഘപ്പ ബസ് നിൽക്കുന്നതിന് മുമ്പേ ഓടിയെത്തി. അയാളുടെ കയ്യിലെ തളികയിൽ നിന്ന് ലേശം കുക്കുമം നുള്ളിയെടുത്ത് രുക്മയ്യ ഗൗഡ ശേഷഗിരിയുടെ നെറ്റിയിൽ തൊട്ടു. മകന് അസുഖമൊക്കെ മാറിയോ? കിഴവൻ തിരക്കി. രുക്മയ്യ ഗൗഡ ഉദാസീനമായി മൂളി. ഡോക്ടർ എന്തു പറഞ്ഞു?
രുക്മയ്യ ഗൗഡ മിണ്ടാതെ നിന്നു. കീറി മുറിച്ചുവോ? അമോഘപ്പ അറിയാനായി ശേഷഗിരിയുടെ ഉളരിലാകെ കണ്ണോടിച്ചു. ഇല്ല. അത് നന്നായി. ഇപ്പോൾ ആശുപത്രിയിൽ പോയാലോ ഒന്ന് പറഞ്ഞ് രണ്ടാമത് കത്രികയും കത്തിയും കയ്യിലെടുക്കുമല്ലേ. മോന് ദൈവാനുഗ്രഹമുണ്ട്. രുക്മയ്യ ഗൗഡ മരങ്ങൾക്കു മീതെയുള്ള ഇരുണ്ട ആകാശത്തെ നോക്കി. വീട്ടിലെത്തുന്നതിന് മുമ്പ് മഴ പെയ്യുമോ? വേഗം നടന്നോളീൻ, മഴ പെയ്യാൻ മതി, അമോഘപ്പ പറഞ്ഞു. രുക്മയ്യ ഗൗഡ ശേഷഗിരിയുടെ കൈ പിടിച്ച് വേരുകൾക്കിടയിലൂടെ താഴോട്ട് നടന്നു. എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ശേഷഗിരി സമ്മതിച്ചില്ല. ചെറിയ കുട്ടികളെ അല്ലേ എടുക്കുക? അതെ, അയാൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഞാൻ മുമ്പേ നടക്കാം, ശേഷഗിരി പറഞ്ഞു. തിടുക്കത്തിൽ 2 ചുവട് വെച്ച് അവൻ അയാളുടെ മുന്നിലെത്തി. മണ്ണിൽ അവൻ്റെ ചെറിയ കാലടയാളങ്ങൾ കണ്ടുകൊണ്ട് അയാൾ നടന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ ശേഷഗിരി തളർന്നു. അയാൾക്കത് മനസ്സിലായി. നോവുന്നോ മോന്? ഞാൻ പറഞ്ഞതല്ലേ. തൻ്റെ തളർച്ചയിൽ മനംതൊന്ത് നിസ്സഹായനായി മുഖം കുനിച്ചു നിൽക്കുന്ന ശേഷഗിരിയെ അയാൾ ചുമലിലെടുത്തു. അവൻ്റെ ദേഹത്തിന് ഒട്ടും കനമില്ലായിരുന്നു. വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവൻ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ കനമുണ്ടായിരുന്നു. അയാൾ ഓർത്തു. അപ്പോൾ വേറൊരു ഓർമ്മ പോലെ മരങ്ങൾക്കിടയിൽ നിന്ന് ഒരു വിവാഹ ഘോഷയാത്ര കടന്നു വന്നു. വാദ്യങ്ങളില്ലാത്തതിൻ്റെ പോരായ്മ തീർക്കാൻ എന്നോണം പലരും ഉറക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർക്കിടയിൽ ചിരിയടക്കാൻ പണിപ്പെട്ടുകൊണ്ട്. അവരെല്ലാം കൺവെട്ടത്തു നിന്നു മറിഞ്ഞപ്പോൾ രുക്മയ്യ ഗൗഡയ്ക്ക് സംശയമായി. അതൊരു വെറും തോന്നലായിരുന്നുവോ? വഴിയിലൊന്നും അവശേഷിക്കുന്നില്ല. ഒരു പൂവിതളോ തുളസി ഇലയോ കണ്ടെടുക്കാനായില്ല. വളരെ വർഷങ്ങളൊക്കെ അപ്പുറത്തു നിന്ന് ഒരു കാഴ്ച വീണ്ടും മനസ്സിലെത്തിയതാവും. അല്ലെങ്കിൽ ഇനി എന്നെങ്കിലും ഇതുപോലൊരു യാത്ര മരത്തണലുകൾ പിന്നിട്ട് കടന്നു പോയേക്കാം. ഒരു പക്ഷേ മഴ. ശേഷഗിരി മന്ത്രിച്ചു. അവൻ്റെ മുടിയിലും നെറ്റിയിലുമായി ഏതാനും മഴത്തുള്ളികൾ വീണു. കൂടുതൽ മഴത്തുള്ളികൾക്കായി അവൻ കൈനീട്ടി. അയാളുടെ കാൽവയ്പ്പുകൾക്ക് വേഗമേറി. നോക്കുന്നിടത്തെല്ലാം പൊന്തകളും പാഴ്മരങ്ങളും മാത്രം. മഴ ആവി കനത്തു കിടക്കുന്ന കാടുകൾക്കപ്പുറത്തു നിന്നും കരഞ്ഞെത്തിക്കഴിഞ്ഞു. അയാൾ കൈത്തലം ശേഷഗിരിയുടെ ശിരസിൽ വെച്ച് വഴിവക്കിലെ മരത്തിനു കീഴിലായി ഒതുങ്ങി നിന്നു. ശേഷഗിരി അച്ഛൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് ഒരു നനഞ്ഞ ഇല പോലെ കിടന്നു. അയാൾക്ക് താൻ വീഴുമെന്ന് തോന്നി. ദേഹവും മനസ്സും അത്രമാത്രം ക്ഷീണിച്ചു പോയിരുന്നു. ചുറ്റും മഴയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശേഷഗിരി പതുക്കെ, വളരെ പതുക്കെ ചോദിച്ചു അവൻ്റെ കളിപ്പാട്ടങ്ങളെക്കുറിച്ച്. അവനില്ലാതായാൽ അവയെല്ലാം എവിടെ സൂക്ഷിക്കുമെന്ന്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ്. എനിക്ക് ഈ കഥ അത്ര നല്ല കഥയാണ് എന്ന് പറഞ്ഞത് എൻ്റെ അനിയത്തിയുടെ കുട്ടിയാണ്. കുട്ടി ഈ കഥ വായിച്ചിട്ട് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞതാണ് ഇത് നല്ല രസമുള്ള ഒരു കഥയാണ് എന്ന്. അപ്പോൾ ഞാനൊന്ന് നോക്കി. ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെയും പിന്നെ ഒരു വലിയ മനുഷ്യനെയും ഒക്കെ ഒരുപോലെ സ്വാധീനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് ഈ കഥ. ശേഷഗിരി എന്ന കുട്ടിയുടെ വ്യഥ നമ്മുടെ മനസ്സിലേക്കും പടർന്നു കയറുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുകയാണ്. വളരെ ചെറിയ ഒരു കഥ.